നമസ്കാരം. ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ അടിസ്ഥാനമാക്കിയ ഒരു മോണോ ആക്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൽ പോയി നിങ്ങളിത് കേൾക്കണം. ഒരു KSP ഉദ്യോഗസ്ഥരത്രേ ബില്ല് അടയ്ക്കാത്തവരുടെ ഒക്കെ ഫ്യൂസ് പോയി ഇങ്ങോട്ട് കയറി വന്നോളൂ. എന്നിട്ട് ഇതിനൊക്കെ സമാധാനം പറയേണ്ടതോ ഈ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ. +2 പഠിക്കുന്ന ചെറുക്കൻ്റെ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് 2 മാസമായി. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബോധമുണ്ടോ മനുഷ്യ? അയ്യോ മനുഷ്യ, ഇത് കരണ്ടേ കുത്തുന്ന ഫ്യൂസ്. ഞാൻ ചോദിച്ച അടയ്ക്കുന്ന ഫീസ്. ചേർക്കന് ബൈക്ക് വേണോ എന്ന് പറഞ്ഞു വാശിയാ. പുതിയ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടത്ര. MDMA 10,000 രൂപയുള്ളൂ ഞാൻ പറഞ്ഞേ. 10,000 രൂപയുള്ളൂ? ഒരു കാര്യം ചെയ്യും, നിന്റെ കാതിൽ കിടക്കുന്ന കമ്പലം ഊരിക്കൊടുക്കും. ചെറുക്കന് സൂക്കിയെടുങ്ങ് തീരട്ടെ. എന്റെ കാലിൽ കിടക്കുന്ന കമ്പൽ ഒരു അച്ഛനും മോനെ ഇപ്പൊ സൂക്കെടുത്ത് തീർക്കണ്ട. വേണമെങ്കിൽ ലോൺ എടുക്കും മനുഷ്യ. ലോണെങ്കിൽ ലോൺ. നിന്റെ ചെറുക്കനെ വിളിച്ചാണ് എന്താ അച്ഛാ വിളിച്ചോ? നിനക്ക് പുതിയ ബൈക്ക് വേണമെന്ന് അതിന്റെ പേര് MDMA അങ്ങോട്ട് കേട്ടെ. സത്യമാണോടാ? 10,000 രൂപയുള്ളൂ. ബൈക്ക് എടുക്കുമ്പോ നല്ല നോക്കി എടുക്കണം കേട്ടോ. അവസാനം വഴിയിലൊന്നും പോയി കിടക്കാൻ. ശരി അച്ഛാ. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ബൈക്കെന്നാ പറഞ്ഞു. എല്ലാരും വിശ്വസിച്ച്. സത്യമാണോടാ? ഇന്നാ നീ സ്കൂളിലോട്ട് വാ. മതിലിന്റെ അവിടെ ആകാശം നിന്റെ ബൈക്കുമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റക്കടിക്കാന്ന് വിചാരിക്കണ്ട. ആളുമാർക്കും കൊടുക്കണം. കഴിഞ്ഞോട്ട് ആളുമാര് നമുക്കും തന്നടാ. ഓക്കേടാ. ഹലോ ഹലോ ഹലോ, ഇത് ഓമനക്കുട്ടനല്ലേ സംസാരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരണം. അതിനെന്താ സാറേ, ഞാനവിടെ ഫ്യൂസ് ഒന്നും ഊരിയിട്ടില്ലല്ലോ. സത്യമായിട്ട് സാറേ. അതിന് താങ്കൾ എന്താ തെറ്റ് ചെയ്തു? താങ്കളുടെ മോൻ കാർത്തിക് ഇവിടെ MDMAയുമായിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഉടൻ തന്നെ എത്തിച്ചേരണം. എന്തോ അമരക്കുട്ടയെന്ന് പറയുന്നേ? MDMA കഴിക്കാനോ? അത് കഞ്ചാവ് പോലത്തെ ലഹരിയാണ്. ഇത് സ്കൂളിലും കോളേജുകളിലും മിഠായികളുടെയും ഗുളികളുടെയും രൂപത്തിൽ സജീവമാണ്. എന്തായാലും ശരി, നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഹലോ സാറേ, ഇത് കാർത്തിക്കിന്റെ അമ്മയും അച്ഛനുമാണ്. സത്യത്തിൽ സാറേ എന്താ സംഭവിച്ചേ? ഓ മെമ്പറോ? സത്യം പറയാലോ മെമ്പറെ, ഞങ്ങളൊരു ഇൻഫർമേഷൻ കിട്ടി അങ്ങോട്ട് പോയതാ. അപ്പരായവന്മാരെയൊക്കെ പൊക്കിയേ. അയ്യോ സാറേ, രാവിലെ ബൈക്കും മേടിക്കാന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് പോയതാ. നിന്നെ ഞാൻ ഒറ്റ പോത്ത് പറഞ്ഞല്ലോടാ വളർത്തിയേ. നീ ഞങ്ങളെ പറ്റി ഓർത്തോടാ. അച്ഛൻ കുടിച്ചിട്ടല്ലേ വരുന്നേ, അപ്പൊ എനിക്കെന്താ ചെയ്താ? അച്ഛനിങ്ങനെ പിന്നെങ്ങനെ മോനൊന്നാവണേ? എന്തായാലും ശരി, നമുക്ക് ഇവരെ ഡീഅഡിക്ഷൻ സെന്ററിലോട്ടും കൊണ്ടുപോവാം. കേട്ടില്ലേ സാറേ? ഇനി കരയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ പോലത്തുള്ള സാമൂഹിക പ്രവർത്തകരുടെയും പോലീസുകാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സഹായത്തോടെ നമുക്ക് ഇവനെ നന്നാക്കി എടുക്കാമെന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട്
ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാം. Say no to drug.